ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 to 10 ഫുൾ ഡേ വരില്ല, ഹാഫ് ഡേ. അപ്പോൾ നമുക്ക് ഈ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, കസ്റ്റമറൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ചായ കുടിക്കണം. പിന്നെ ഇപ്പം സമയം 4:33 ആയിട്ടുണ്ട്. ഞാൻ അത്ര നേരം ഫോൺ കളിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇന്നത്തെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഷോർട്സൊക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഉണ്ട് കസ്റ്റമർ. പിന്നെ നമ്മുടെ പരിപാടി ഇടയ്ക്ക് ഇങ്ങനെ മാറി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ഗായ്സ് നമ്മുടെ ഷോപ്പിൻ്റെ എൻട്രൻസ്, ഫ്രണ്ട് സൈഡ്. നമ്മുടെ 2-4 ഡമ്മീസ്, പിന്നെ ഇതാ നമ്മുടെ ക്യാഷ് കൗണ്ടറിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു ഉണ്ണിക്കടനും പിന്നെ മാതാവ് ഇരിക്കുന്നുണ്ട്. കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ കയറ്റി വെക്കുകയാണ്. ഗായ്സ് അപ്പോൾ 5:55 ആയിരിക്കുകയാണ്. ഇതുവരെ ചായ കുടിച്ചിട്ടില്ല, നല്ല തിരക്കായിരുന്നു. അപ്പൊ ഞങ്ങള് തുണിയൊക്കെ ഇതാ മടക്കി തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർത്തത്. അപ്പൊ ഞങ്ങള് വീഡിയോ എടുത്തു. ഇപ്പൊ ഞങ്ങൾ ചായ വാങ്ങാനായിട്ട് പോവുകയാണ് ഗായ്സ്. ചായ കുടിക്കാൻ പോവാണ്. ചായ അപ്പോൾ ഗായ്സ്, അപ്പോൾ ചായക്കടയിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം 6 മണിയായിട്ടുണ്ട്. ഇതാ ഏട്ടൻ വിളക്ക് വെക്കണം. ചായ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടേ ഉള്ളൂ, കുളിച്ചിട്ടില്ല, അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. വിളക്ക് വെച്ചിട്ട് വേണം ചായ കുടിക്കാനായിട്ട്. ഏട്ടൻ ഇവിടെ വിളക്ക് എത്തിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഡിസ്പ്ലേ സെറ്റിംഗ് ഇതൊക്കെയാണ്. ഇന്ന് വെസ്റ്റേണിൻ്റെ ടോപ്സാണ്. അപ്പം ഇതൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ജീൻസും ഈ ടോപ്പുമായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ഇന്ന് രാവിലെ നമ്മൾ വന്നോണ്ടേ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ചായ കുടിക്കാനായിട്ട്, ചായയും നല്ല ചായ ഞങ്ങൾ കൂടുതൽ കാപ്പിയാണ് കുടിക്കാറ്. ചായയും നല്ല ചൂട് പക്കാവടയും നല്ല മസാല ബോണ്ടയും അതാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ഏട്ടന് ചമ്മന്തി സ്പെഷ്യലായിട്ട് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു ചായ ഗൈസ് വാങ്ങാറുള്ളൂ. അപ്പം അതിൽ തന്നെ നമുക്ക് 2 കാപ്പി കിട്ടാറുണ്ട്. അധികം ചായ ഞങ്ങൾ കുടിക്കാറില്ല, അതുകൊണ്ട് ഞങ്ങൾ കാപ്പിയാണ് വാങ്ങാറ്. കാപ്പി കുടിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ ചായ കുടിച്ച് വീട്ടിൽ അങ്ങനെ കുടിക്കാറില്ല, കടയിൽ നിന്ന് കുടിക്കാറുണ്ട്. പ്ലാസ്റ്റിക് കവറിൽ ചായ വാങ്ങിക്കാൻ പാടില്ല, പക്ഷേ അത്യാവശ്യം പെട്ടെന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പ്ലാസ്റ്റിക് കവറിൽ ചായ മേടിച്ചു വരും. ചൂട് ചായ പോയേനെ ചായ. നമ്മൾ ഇങ്ങനെ തുറന്ന് ചായക്ക് ഒഴിച്ചിട്ട് തുറന്ന് വെക്കുമ്പോഴായിരിക്കും കസ്റ്റമർ വരുന്നത്. അപ്പം നമ്മുടെ ചൂടെല്ലാം ഇതിൻ്റെ എല്ലാം പോകും. അപ്പം ഞങ്ങൾ വേഗം കഴിക്കും അങ്ങ്. അതാണ് ഞങ്ങൾ അവിടെ ഇരിക്കാത്ത തന്നെ. നമുക്ക് ആസ്വദിച്ചൊന്ന് ചായ കുടിക്കാനോ കഴിക്കാനോ പറ്റില്ല. അതാണ് ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുക. ചൂട് മസാല ബോണ്ട, ചൂട് പക്കാവട. ഇവിടെ പക്കാവട, ഞങ്ങളവിടെ ഇതിന് ഉള്ളിവട എന്നാണ് പറയണേ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഉള്ളിവട എന്നാണ് പറയണേ. ഇച്ചിരി കൂടെ വലുതായിരിക്കും, ഉഴുന്നുവട പോലെ ഇരിക്കും. അതിൻ്റെ നടുക്കൊരു വട്ടമാക്കി ഇതിന് ഉള്ളിവട. ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടാ. അപ്പം ഗായ്സ്, ഇപ്പം സമയം 7 മണിയായിട്ടുണ്ട്. അപ്പം ഏട്ടൻ കുറച്ച് നേരം പാല് വാങ്ങി. ഇന്ന് അനിയൻ്റെ പിറന്നാളാണ്. ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ, ഇന്ന് പിറന്നാളാണ്. അപ്പം ഇന്ന് പാലും പഞ്ചസാരയൊക്കെ പായസം വെക്കാനായിട്ട് വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല ചൂടോടെ പായസം കുടിക്കാം. അപ്പോൾ നമ്മൾ പായസം വെക്കാനായിട്ട് അതാണ് കുറച്ച് നേരം വീഡിയോ ഒന്നും എടുക്കാറുള്ളത്. പിന്നെ ഇപ്പോൾ ഏട്ടൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാതെ വീഡിയോസ് ഇട്ടു. അപ്പോൾ അത് കുറച്ച് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ഒരു 8 മണിയായിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സൊക്കെ വന്ന് ഏട്ടൻ്റെ ആ തുണിയൊക്കെ മടക്കി എല്ലാം വെസ്റ്റേൺ വാങ്ങിക്കാൻ വന്നതാണ് കുറച്ച് കുട്ടികളുടെ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തുണിയെല്ലാം മടക്കി കയറ്റുകയാണ്. അപ്പോൾ നമുക്ക് കേക്കൊക്കെ വാങ്ങാനായിട്ട് പോകണം. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ സമയം 8 മണി, അതുകൊണ്ട് നേരത്തെ ഷോപ്പ് അടയ്ക്കുന്ന. കേക്ക് കട എത്ര നേരം ഉണ്ടാകുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ കടയൊക്കെ അടച്ചിട്ട്
കേക്ക് ഷോപ്പിലോട്ട് പോകുന്നത്. അതിൻ്റെ ബർത്ത്ഡേ വീഡിയോ ഇടുന്ന നമുക്ക് കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും അല്ലേ ഏട്ടാ? ആ, അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങാൻ പോകുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നതായിരിക്കും. പോകുന്ന വഴിക്ക് നമുക്ക് കാണിച്ചു തരാം. ഇവിടെ അടുത്ത് കേക്ക് ഫാക്ടറിന്ന് അവിടെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. പോയി നോക്കാം. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ നിന്ന് കാണാം. അപ്പോൾ ഗായ്സ്, കസ്റ്റമർ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് തിരക്കായി. ഇപ്പോൾ സമയം 8:52. ഞങ്ങൾ നേരത്തെ ക്ലോസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നതായിരുന്നു. അപ്പോൾ കേക്കൊക്കെ വാങ്ങാൻ പോകണമെന്നും പറഞ്ഞിരുന്നതായിരുന്നു. ഇനി പോണ വഴിക്ക്. അപ്പം ഞങ്ങൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തു, സെറ്റാക്കി. അപ്പം നമ്മൾ പോവുകയാണ്. കേക്ക് വാങ്ങാൻ പോകണം. നാളെ അത് ഡിസ്പ്ലേ ഇടുന്നതായിരിക്കും. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഡിസ്പ്ലേ ഇടുന്നതായിരിക്കും. ഏട്ടാ ഗായ്സ്, ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യാണ്. ലൈറ്റൊക്കെ നിർത്തി. അപ്പം ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യാണ്. നേരെ നമ്മൾ കേക്ക് കടയിലോട്ട് പോവാണ്. കേക്കൊക്കെ വാങ്ങണം. അനിയൻ 10 മണിക്ക് ആകുമ്പോഴത്തേക്ക് വരൂ. അപ്പം നമ്മൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് കേക്ക് വാങ്ങാനായിട്ട് പോവാണ് കേട്ടോ. പോണ വഴിക്ക് കാണാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ കേക്ക് വാങ്ങാനായിട്ട് പോവുകയാണ്. കുറച്ചും കൂടി പോകണം. നമ്മൾ നല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ അവിടെ ആയിട്ടൊക്കെയാണ്. കേക്ക് അടച്ചിട്ടുണ്ടോ അറിയില്ല, അല്ലെങ്കിൽ വല്ല ബേക്കറിൽ പോകേണ്ടി വരും. നമുക്ക് നോക്കാം കേക്ക് ഫാക്ടറി തുറന്നിട്ടുണ്ടോയെന്ന്, അല്ലെങ്കിൽ അവിടെ ബേക്കറി വല്ലതും പോകേണ്ടി വരും. നമുക്ക് പോണ വഴിയിലുള്ള കാഴ്ചകളാണിത്. സംസാരിച്ച് വന്നിട്ട് കേക്ക് ഫാക്ടറി കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. അപ്പോൾ തിരിച്ച് പോയി നമുക്കൊന്ന് നോക്കാം കേക്ക് ഫാക്ടറിയിലോട്ട്. അടച്ചു തോന്നണു, അറിയില്ല. പോയി നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇല്ല ബേക്കറിയിൽ പോവാം. അടച്ചു. ഹലോ ഗായ്സ്, കേക്ക് ഫാക്ടറി ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കേക്ക് ഫാക്ടറി അടച്ചു. അപ്പോൾ നമ്മൾ ബേക്കറിക്കാണ് പോകുന്നത്. അതും അങ്ങനെ മിസ്സായി. അടുത്ത നമുക്ക് സെൻറ്ററിലെല്ലാം പോയിട്ട് ബേക്കറി പാരമൗണ്ടോ ഒക്കെ നോക്കാം. അപ്പോൾ അങ്ങനോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഗായ്സ്. ണ്ട്. അപ്പൊ ഇവിടെ എവിടെയും ഏതൊരു ബേക്കറി നോക്കാന്നാണ് വിചാരിച്ചേക്കണേ. ഇതാണപ്പം ഇവിടെ കയറട്ടെ പാരമൗണ്ട്. അരക്കിലോ മതി. 300 തൊട്ട് സ്റ്റാർട്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് 300, വൈറ്റ് 350, റെഡ് 450, അങ്ങനെ പിറന്നാൾ ആരെങ്കിലും ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞാനൊരു ഹാഫ് കേജ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് മേടിച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ കേക്ക്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ബ്രോ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ട് അവൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാണിപ്പോൾ നമ്മളാവുന്ന ബേക്കറി. ആൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുതിയൊന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സീമുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി വീട്ടിൽ പോയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് സൂപ്പറായിട്ട് പായസം, നല്ല സീനിയ പായസം, പിന്നെ അനിയൻ ലഡു വാങ്ങിക്കൊണ്ട് നമുക്ക് കേക്ക് മുറിക്കലാണ് നെക്സ്റ്റ്. നല്ല സീനിയ പായസം നമ്മൾ കഴിച്ചു പിടിക്കാം.
ഇത് നമ്മുടെ തൊട്ട വീട്ടിലെ പയ്യന്മാരാണ്, പിന്നെ അവൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. നമ്മൾ കേക്കൊക്കെ എടുത്തു മുറിക്കായിട്ട് കുറേ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ഗായ്സ്. ഗായ്സ് ഇപ്പോൾ സമയം 10:25 ഗായ്സ്. നമ്മൾ കഴിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ ലഡു കഴിച്ചു, പായസം കഴിച്ചു, കേക്ക് മുറിച്ചു. അപ്പോൾ അവരൊക്കെ ഇങ്ങ് പോയുള്ളൂ. അതാണ് കുറച്ച് വീഡിയോ എടുക്കാൻ തരുന്നത്. അവർക്കൊക്കെ പായസം കൊടുക്കലൊക്കെ ആയിരുന്നു, കേക്ക് കട്ടിങ് അതെല്ലാം കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് ഇറങ്ങി. ഇപ്പോൾ ഏട്ടൻ ദാ ഇങ്ങനെ കപ്പ കഴിച്ചുകൊണ്ടിരിക്കണം. ഞാനും കപ്പ കഴിച്ചു, ഇവിടുന്ന് കപ്പ കഴിച്ചു, ചോറും എല്ലാം ഒരു 20ഓളം കുട്ടികൾ ഇവിടെ സ്റ്റുഡിയോയിൽ വന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കറണ്ട് പോയി വന്ന് നിൽക്കുകയാണ് ഗായ്സ്. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞിട്ടുണ്ട്, 10:35. അപ്പോൾ കറണ്ട് പോയി വന്നിങ്ങനെ നിൽക്കുകയാണ് ഗായ്സ്. ഗുഡ് നൈറ്റ്. ഗായ്സ് ഇപ്പോൾ സമയം 11:30 ആയിരിക്കുന്നു ഗായ്സ്. ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്. ദാ ഏട്ടൻ ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ കഴിച്ചത് എൻ്റെ ചോറ് കഴിച്ചില്ല, കപ്പാച്ച് പായസം അതൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോകണം. ഇന്ന് നാളെ രാവിലെ എഴുന്നേക്കണം. അപ്പോൾ നമ്മൾ കിടക്കാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഡെയിലി നൈറ്റ് റുട്ടീൻ. പിന്നെ കേക്ക് കട്ടിങ് അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെ വ്ളോഗ് കാണാമായിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നും ഇല്ലായിരുന്നു. ചേട്ടാ അതെ, തീർച്ചയായും. എല്ലാവരും പറയും നിങ്ങളുടെ തുണി എവിടെയെന്ന്. തുണി എവിടെയെന്ന് ചോദിക്കും ഗായ്സ്. സിമോൾ എങ്ങനെയായിട്ടാ മുഖം വെക്കുന്നത്? സിമോൾ സിമോളുടെ മുഖം എങ്ങനെ ഒന്ന് കാട്ടിയേ, ഇങ്ങോട്ട് നോക്കേ, ഒന്ന് നോക്കേ, അങ്ങോട്ട് ഫോൺ നോക്ക്. സിമോൾ ചിരിക്കുന്ന എങ്ങനെ? സിമോൾ കരയുന്ന എങ്ങനെ? സിമോൾ കരയുന്ന അങ്ങനെയാണോ കരയുന്നത്? സിമോൾക്ക് ദേഷ്യം എങ്ങനെ? ദേഷ്യം ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ രസങ്ങൾ വേറെയുമുണ്ട്. ഇങ്ങനെ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്. അപ്പം പുതിയൊരു വ്ളോഗുമായിട്ട് നാളെ ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.